عن جابر رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول إن الشيطان يحضر أحدكم عند كل شيء من شيء. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതായി മഹാനവറുകൾ പറയുന്നു, ഇന്ന ശൈത്വാന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശൈഇൻ. ഒരു മനുഷ്യന്റെ എല്ലാ വിഷയത്തിലും പിശാച് അവനോട് കൂടെ ഉണ്ടാവും. ഏത് കാര്യം ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, സദഖ കൊടുക്കുമ്പോഴും, അവൻ എവിടെ പോകുമ്പോഴും എല്ലാ സമയത്തും പിശാച് അവന്റെ കൂടെ ഉണ്ടാകും. ഹത്താ യഹ്ദുറഹു ഇൻദ ത്വആമിഹി. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വരെ ഒരാളുടെ കൂടെ പിശാച് ഉണ്ടാകും. നേരത്തെ നാം പറഞ്ഞു, പിശാച് നമ്മോട് കൂടെ ഭക്ഷണം കഴിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ല എങ്കിൽ ഇനി മറ്റൊരു അവസരം കൂടെ പിശാച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്നില്ല. പിശാച് ഇങ്ങനെ ചാൻസ് കിട്ടുമോ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വല്ല വിഹിതവും പെറുക്കിയെടുക്കാൻ കഴിയുമെന്ന് നോക്കാം. അതേതാണെന്നാണ് മുത്തുനബി പറയുന്നത്. ഫഇദാ സഖതത് മിൻ അഹദികുമുൽ ലുഖ്മ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലതും വേസ്റ്റായി പോയാൽ, പുറത്തേക്ക് ചാടിപ്പോയാൽ, ഉരുളയിൽ നിന്ന് വല്ലതും പുറത്തേക്ക് ചാടിയാൽ ഫൽയുമിത് മാ കാന ബിഹാ മിൻ അദാ. അതിൽ പറ്റിപ്പിടിച്ച വല്ല പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നീക്കം ചെയ്യണം. സുമ്മൽ യഅകുൽഹ, എന്നിട്ട് അത് ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, ശൈത്താന് വേണ്ടി അത് വിട്ടുകൊടുക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ പറയാൻ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ബിസ്മി ചൊല്ലിയാൽ പോലും പിശാച് ഇങ്ങനെ അടുത്തുണ്ടാവും. ഒരു ചാൻസാണ് കാത്തിരിക്കുന്നത്. ഏതാണ്? ഭക്ഷണത്തിൽ നിന്ന് വല്ലതും വീഴുന്നുണ്ടോ അതെടുക്കാൻ കാത്തിരിക്കുക. അപ്പൊ അതെടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അതും പിശാച് എടുത്ത് കഴിക്കും. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് വീണ് പോവാതെ സൂക്ഷിക്കണം. ചെറിയ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴേ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ വീഴ്ത്തി കളയരുത് കേട്ടോ. അമ്മമാരൊക്കെ പണ്ട് പറയാറില്ലേ, ഭക്ഷണം വീഴുന്നത് സൂക്ഷിക്കണം. അത്ര ഇട്ട് കൊടുത്താൽ മതി, കഴിക്കുന്നതിനനുസരിച്ച് കൊടുത്താൽ മതി. പ്ലേറ്റ് നിറയെ കൊടുക്കുന്നതുകൊണ്ടാണ് അത് പ്രശ്നം. അപ്പൊ അവരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വീണ് പോകാതെ ശ്രദ്ധിക്കണം. ഇനി വീണ് പോയാൽ തന്നെ അതെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഒന്ന് പിശാച് അല്ലെങ്കിൽ അത് കഴിക്കും. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം പിശാചിനോട് കൂടെ നമ്മൾ കഴിക്കാൻ കാരണമാകും. രണ്ടാമത്, അത് വലിയൊരു നിഅമത്താണ്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം എന്ന് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ത്വയ്യിബായ ഭക്ഷണം കഴിക്കുക, അല്ലാഹുവിനെ ശുക്ർ രേഖപ്പെടുത്തുക. ആ ശുക്റാണ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്നത്. അപ്പോൾ ഒന്നുപോലും വീണ് പോവാതെ സൂക്ഷിക്കുക. കാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇദാ സഖതത് മിൻഹു ലുഖ്മത്തുൻ മിന ത്വആം, ഭക്ഷണത്തിൽ നിന്ന് വല്ലതും വീണുപോയാൽ, ഔ ഖിത്അതു ഖുബ്സിൻ, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൽ നിന്ന് വല്ല കഷ്ണവും പുറത്തേക്ക് വീണാൽ ഫഇന്നഹു യൽതഖിതുഹാ വയഅകുൽഹാ, പെട്ടെന്ന് തന്നെ അതെടുക്കും, എന്നിട്ട് മഹാനവറുകൾ ഭക്ഷിക്കും. വലാ യദഅഹ, അതിനെ വിട്ടേച്ച് കളയുകയില്ല. എന്നിട്ട് മഹാനവറുകൾ പറയും, ഇന്നഹാ നിഅമത്തുൻ മിനല്ലാഹ്, അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണല്ലോ ഈ ഭക്ഷണം എന്നത്. വലാ യംബഗി അൻ തുഹ്ദർ, അത് വേസ്റ്റാക്കി കളയാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയും. അപ്പോ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും വീണ് പോയാൽ അത് എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. ഇന്നിപ്പോ ഭക്ഷണമൊക്കെ ഓവറായി നമ്മൾ കഴിക്കുക, അല്ലെ? വേണ്ടാത്തത് കോരിയിടും പ്ലേറ്റിലേക്ക്, എന്നിട്ട് അല്പം ബാക്കി വെച്ചിട്ട് തട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവരുത്. ആവശ്യമുള്ളതേ എടുക്കാവൂ. ഭക്ഷണത്തിനോടുള്ള മര്യാദയാണത്. ഭക്ഷണത്തോട് നാം ചെയ്യേണ്ട മര്യാദ, ആവശ്യമുള്ളത് എടുത്ത് വെച്ച് മാത്രമേ കഴിക്കാവൂ. ഒന്ന് സൽക്കാരങ്ങളിലൊക്കെ ചിലപ്പോൾ നിർബന്ധിച്ച് ഇട് എന്നൊക്കെ പറയും. അങ്ങ് ഒന്നായിട്ട് കോരി അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉസ്താദിന് ആവശ്യമുള്ള ഉസ്താദ്, ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞത് അങ്ങക്ക് മനസ്സിലാവാൻ. ആർക്കായാലും നമ്മൾ വേണ്ടാത്തത് അവർക്ക് എന്ത് ചെയ്യരുത്, ഇട്ട് കൊടുക്കാൻ പാടില്ല. വേണ്ടതേ കഴിക്കേണ്ടതുള്ളൂ. ഒരല്പം കഴിച്ചാലും നമുക്ക് കൂലി കിട്ടും. പക്ഷെ നമ്മളിവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ആ വന്ന ആളെ കൊണ്ട് തീറ്റിക്കണമെന്നാണ്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഒരു വറ്റ് പോലും വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു സുന്നത്താണ്. എന്നിട്ട് ഈ ഹദീസ് മറ്റൊരു റിവായത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാം, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം, ആ പാത്രം തുടച്ചു വൃത്തിയാക്കി കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്താ കാരണം? ഫഇന്നകും ലാ തദറൂന ഫീ അയ്യി തുആമികുമുൽ ബറക. ഏത് ഭക്ഷണത്തിന്റെ ഏത് പാർട്ടിലാണ് ബറക്കത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒഴിവാക്കിയ ആ ഭക്ഷണത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമുക്ക് വേണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി തട്ടി അതിലാണ് ബറക്കത്തെങ്കിലും ഈ ഭക്ഷണം കഴിച്ചതുകൊണ്ടുള്ള എഫക്റ്റ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്നതിന് ആരോഗ്യം വേണം, ആരോഗ്യം കൊണ്ട് ഇബാദത്ത് ചെയ്യണം. അപ്പോൾ ഇബാദത്തിന് താല്പര്യം കിട്ടൂല. എന്താ കാരണം? ബറക്കത്ത് വേറെ വഴി പോയിട്ടുണ്ട്, ബറക്കത്ത് വേറെ വഴിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ ഭക്ഷണത്തിന്റെ പാത്രം പണ്ടൊക്കെ കണ്ടിട്ടില്ല, ആളുകളൊക്കെ അത് തുടച്ച് വൃത്തിയാക്കി പിന്നെ കൈയെല്ലാം മുറിഞ്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ അതിന്റെ മര്യാദയാണ്. അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ പബ്ലിക്കായി കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും വീട്ടിൽ നിന്നെങ്കിലും നമ്മളെ മക്കളും കുട്ടികളൊക്കെ അത് ശീലിച്ച്, നമ്മുടെ സംസ്കാരമാണ്, അത് നമ്മൾ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തന്ന റിസ്ഖൊക്കെ അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കെല്ലാം ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അവസാന കലിമത്ത് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോൻ ഇന്ന് സുബഹി ജമാഅത്തിന് വന്ന് ക്ലാസും കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിലുള്ള സർവ്വ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. രോഗികളുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. കടങ്ങൾ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, വിട്ടാനും അതെല്ലാം തരണം ചെയ്യാനുമുള്ള വഴി നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദാഇൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നൊരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും നല്ലവരായി ജീവിക്കാനും അവസരം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി. സുബ്ഹാനക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.